നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ രാജാവും രാജപുത്രനുമാണ് സാക്ഷാൽ സൂര്യനും ശനിയും. നവഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ തന്നെയാണ് ഇരു ഗ്രഹങ്ങളും. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്ഥിതിയും സ്ഥാനത്തിനും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ പോലും അത് പല രീതിയിലുള്ള മാറ്റങ്ങൾക്കും ഓരോ നക്ഷത്രക്കാർ വിധേയരായി തീരും എന്നതാണ് വാസ്തവം. ജനുവരി 5 പുലർച്ചെ 4 മണി കഴിഞ്ഞ് 3 ശനിയും സൂര്യനും പരസ്പരം 60 ഡിഗ്രി കോണളവിൽ വന്നെത്തും. ഇത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ലാഭദൃഷ്ടി യോഗം എന്നാണ് പറയുക. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. രണ്ട് ഗ്രഹങ്ങൾ ഒന്ന് മറ്റൊന്നുമായി 3 അല്ലെങ്കിൽ 11 ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ത്രയേകാദശ ഭാവം അവയ്ക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. ഇത് ചില രാശികളിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അവർക്ക് വന്നു ചേരുന്നതായ ആ സൗഭാഗ്യങ്ങളെ കുറിച്ച്, ഐശ്വര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. സൂര്യശനി ലാഭദൃഷ്ടി ഗുണകരമാകുന്ന രാശി മിഥുനം രാശി കൂടിയാണ്. ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അഥവാ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. അധ്വാനവും കഷ്ടപ്പാടുകളും ഇവർക്ക് തിരിച്ചറിയപ്പെടാനും അർഹിക്കുന്നതായ അംഗീകാരം ലഭിക്കാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും അർഹിക്കുന്നതായ അംഗീകാരങ്ങൾ തേടിയെത്തുന്നില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഇവരെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ ഇവർക്ക് മുകളിലേക്ക് കയറിപ്പോകുന്നതായ സാഹചര്യം. കഴിവുള്ള ഇവർ പിന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ സാധിക്കാത്തതായ സാഹചര്യം. ഇതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സൂര്യശനി ലാഭദൃഷ്ടി ഇത്തരം അംഗീകാരങ്ങളും അനുകൂലമായ ഫലങ്ങളും ലഭിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഇവർ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പലപ്പോഴും പലവിധ പ്രശ്നങ്ങളിലും മനസ്സ് അലോസരപ്പെട്ടിരുന്ന ഈ വ്യക്തികൾക്ക് അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി മനസ്സിലേക്ക് സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജോലിയിൽ പലപ്പോഴും തിളങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ അലസ മനോഭാവം, പല കാര്യങ്ങളിലും തിരിച്ചടികൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ, അത് വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ലഭിക്കുന്നതായ അല്ലെങ്കിൽ വന്ന് ചേരുന്നതായ സാഹചര്യം. തന്മൂലം നിങ്ങൾക്ക് തന്നെ മനസ്സ് മടുത്തു പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ജോലിയിൽ ഇതെല്ലാം തരണം ചെയ്ത് ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സംതൃപ്തി, സന്തോഷം ജീവിതത്തിൽ കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം മേലുദ്യോഗസ്ഥർക്കും നിങ്ങളുടെ ജോലിയിൽ തൃപ്തി വന്നു ചേരുന്ന സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവർ പോലും അംഗീകരിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയം. കൂടാതെ ഈ സമയം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം തേടിയെത്താവുന്നതായ സമയമാണ്. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് വന്നു ചേരാം. വലിയ തുക തന്നെ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് സഹായധനമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ
പദ്ധതികൾ വിജയിക്കുന്നതായ സാഹചര്യങ്ങൾ കൂടിയാണ് വന്നു ചേരുക. കൂടാതെ ബിസിനസ് പരമായി ഗുണം ചെയ്യുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യങ്ങളിലും തൃപ്തികരമായ ഫലങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യക്കുറി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് പണം അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സൂര്യന്റെയും ശനിയുടെയും ഈ അപൂർവമായ ലാഭദൃഷ്ടി വളരെ ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും ആഗ്രഹിച്ചതായ കാര്യങ്ങളും സത്യമാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും. ധനപരമായി വളരെയധികം മുന്നേറ്റങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന മുന്നേറ്റങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ ഉയർച്ച വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരം സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. കൂടാതെ നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, മറ്റു നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം. പലവിധ നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. കൂടാതെ ജോലിയിൽ ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായി തന്നെ മാറും. കൂടാതെ ഈ സമയം ലാഭം ഉണ്ടാക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയം തന്നെയാകുന്നു. കാരണം സൂര്യശനി ലാഭദൃഷ്ടി യോഗം നിങ്ങൾക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്ന സമയമാകുന്നു. നിങ്ങളുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ, ജോലി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന ഒരു പരിഭവം നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലാഭദൃഷ്ടി യോഗം നൽകുക. നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഫലം ലഭിക്കുവാൻ സഹായകരമായി തീരും. ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സഹായകരമായി തീരും. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. സമ്പാദ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുകൾ കുറയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പങ്കാളിയുമായി കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായ അവസരങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ സംതൃപ്തി വന്നു ചേരാവുന്ന സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ മുന്നേറ്റങ്ങൾക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പ്രതീക്ഷിക്കാവുന്നതായ സമയം. പ്രതീക്ഷിക്കാതെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്ന കാര്യം ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. സൂര്യന്റെയും ശനിയുടെയും ലാഭദൃഷ്ടി വളരെയധികം സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും
സഹായകരമായി തീരുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ നേട്ടങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായി ഭവിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. ജോലിയിൽ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ജോലി ചെയ്യുന്നതായ വ്യക്തികൾക്ക് മികവോടെ പ്രവർത്തിക്കാനും ശരിയായ രീതിയിൽ പരിശ്രമിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിച്ചു എന്ന് വരാം. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. പങ്കാളിത്ത ബിസിനസ്സുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സൂര്യശനി ലാഭദൃഷ്ടി നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. പ്രധാനമായും അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച, പ്രതീക്ഷിക്കാതെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനോടൊപ്പം മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധാരാളം പണം ഉണ്ടാക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായ സമയമാകുന്നു. പ്രണയ ജീവിതം കൂടുതൽ സുന്ദരമായി തീരുന്ന സാഹചര്യങ്ങൾ ഉടലെടുത്തു എന്ന് വരാം. പങ്കാളികൾക്കിടയിലെ ബന്ധം കൂടുതൽ ദൃഢമായി മാറുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ, അത്തരം പ്രശ്നങ്ങളെ താൽക്കാലികമായി പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. ഈ സമയം ധനപരമായ ഉയർച്ച, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നൽകാനുള്ള പണം, നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. അതിനാൽ ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിക്കുക. ഈ പരാമർശിച്ചിട്ടുള്ളത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം.